ദേഷ്യക്കാരിയാണ് നടിയും എംപിയുമായ ജയാ ബച്ചനെ ജനം കാണാറുള്ളത്. എപ്പോഴും നെറ്റിച്ചുളിച്ച് ആളുകളെ ശകാരിച്ചും ദേഷ്യപ്പെട്ടുമാണ് മീഡിയകളിൽ ജയാ ബച്ചൻ കാണാറുള്ളത്. മരുമകൾ ഐശ്വര്യ റായിയുമായി ജയാ ബച്ചൻ അകൽച്ചനാണെന്ന് ഏറെക്കാലമായി അഭ്യൂഹങ്ങളുണ്ട്. ജയാ ബച്ചന്റെ ദേഷ്യം പലതവണ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതുമാണ്. ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് ജയയെ അങ്ങനെ പരുക്കനായ സ്ത്രീയാക്കി എന്ന് മാറ്റിയതാണ് നടി കുട്ടുവി പത്മിനി പറയുന്നത്. ഭർത്താവ് അമിതാഭ് ബച്ചനും രേഖയുമായി മറ്റ് നടിമാരുമാരുണ്ടായ വിവാഹേതര ബന്ധം ജയയെ മാനസികമായി ഏറെ ബാധിച്ചു എന്ന് കുട്ടി പത്മിനി പറയുന്നു. ഭർത്താവിൻ്റെ സ്നേഹമോ സാമീപ്യമോ ലഭിക്കാത്ത ജയയ്ക്ക് മക്കളായിരുന്നു ജീവിതത്തിലെ സന്തോഷവും ആശ്വാസവും. മകൾ ശ്വേതാ ബച്ചൻ്റെ വിവാഹം ജയയെ ഏറെക്കുറെ വിഷമിപ്പിച്ചെന്നും പറയുന്നു. മകളുടെ വിവാഹശേഷം ജയാ ബച്ചൻ വലിയ വിഷമത്തിലായിരുന്നു. കാരണം മകളായിരുന്നു ബച്ചൻ്റെ ആശ്വാസവും. ഭർത്താവ് ബച്ചൻ ഉൾവലിഞ്ഞു. വരും ഭക്ഷണം കഴിക്കും. തൻ്റെ പഴയ അമിതാഭ് ബച്ചൻ ജയാ ബച്ചന് തിരികെ ലഭിച്ചതില്ലായിരുന്നു. മകളായിരുന്നു എല്ലാം. മകനോട് പരിധി വെച്ചേ പറയാറുള്ളൂ. ഇതിനിടെ ജയാ ബച്ചൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു. എംപി ആണെന്നും പറയുന്നു. മരുമകൾ ഐശ്വര്യ റായിയുമായി ജയാ ബച്ചനുണ്ടായ അകൽച്ചയെക്കുറിച്ചും കൊട്വി പത്മിനി സംസാരിച്ചു. ഇങ്ങനൊരു മരുമകളെ ലഭിച്ചത് ഭാഗ്യമാണെന്ന് ജയാ ബച്ചൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നിട്ടും പെട്ടെന്ന് ജയാ ബച്ചൻ ഐശ്വര്യ റായിയോട് പ്രശ്നം വരാൻ കാരണം മകൾ ശ്വേതാ ബച്ചനാണെന്ന് ആളുകൾ പറയുന്നുണ്ട്. എല്ലാ കുടുംബത്തിലും ഇത് സംഭവിക്കും. ചെറിയ പ്രശ്നം വലുതാവുമ്പോൾ മക്കളാണ് പ്രാധാന്യമെന്ന് ജയാ ബച്ചൻ തീരുമാനമെടുക്കാം. എന്നെ സംബന്ധിച്ച് ജയ അഹങ്കാരിയല്ല, നല്ല വ്യക്തിയാണ്. എന്നാൽ ജീവിതത്തിലെ ഫ്രസ്ട്രേഷനും ആഗ്രഹിച്ചത് കിട്ടാത്ത ദേഷ്യവും പുറത്ത് പ്രകടിപ്പിക്കുന്നു. അത് തിരുത്തണം. ഞാനത് പറയാൻ ആരുമല്ല. ഒരുപക്ഷെ എനിക്ക് ഭർത്താവ് വേണ്ട എന്ന തീരുമാനം ജയാ ബച്ചനായിരുന്നുവെങ്കിൽ ഈ ജീവിതം എത്ര നന്നായേനെ എന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഇതാണെൻ്റെ ജീവിതം. കിട്ടിയത് മതി എന്നവർ തീരുമാനിച്ചുകൊണ്ടാണ് ഇന്ന് ജയാ ബച്ചൻ്റെ മനസ്സ് അസ്വസ്ഥപ്പെടുത്തുന്നതെന്നും കുട്ടി പത്മിനി പറഞ്ഞു.